ജോർജിനെ തള്ളി കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. കേരളം അറിയുന്ന യുവ നേതാവാണ് അനിൽ. PC ജോർജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നും MT രമേശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ് ഇപ്പോൾ പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അദ്ദേഹം തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് അത്തരം പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ MT രമേശ് പങ്കുവയ്ക്കുന്നു. രമേശ് ചേട്ടാ, ഇപ്പോൾ പൂർണ്ണമായും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ആദ്യ ദിനത്തിലെ അങ്ങയുടെ പ്രതീക്ഷ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഈ പ്രാവശ്യം ജനങ്ങളോട് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. മോഡിക്കൊരു വോട്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി BJP രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ പോലും നരേന്ദ്രമോദിയോട് താല്പര്യമുണ്ട്. ഒരു പ്രോ നരേന്ദ്രമോദി വേവ് കേരളത്തിലുടനീളമുണ്ട്. അത് കോഴിക്കോടും പ്രകടമാണ്. PC ജോർജ് ചില അതൃപ്തി അറിയിച്ച് പത്തനംതിട്ടയിൽ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. BDJസും പിണറായി വിജയനും പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് സീറ്റ് കിട്ടാതെ പോയത് എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ടയിൽ അത് ബാധിക്കുന്നു കരുതുന്നു? അല്ല, ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നും അറിയില്ല. പത്തനംതിട്ടയിൽ BJP പ്രഖ്യാപിച്ചിട്ടത് ഏറ്റവും എണ്ണം പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകനെയാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിൽ AK ആൻ്റണിയോടുള്ള വികാരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അനിൽ ആൻ്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസിൻ്റെ IT വിഭാഗത്തിൻ്റെ തലവനായിരുന്നു കൊണ്ട് പ്രവർത്തിച്ച ഒരാളെ കേരളം അറിയുന്ന ഒരു യുവ നേതാവിനെയാണ് ഞങ്ങൾ പത്തനംതിട്ടയിൽ പ്രഖ്യാപിച്ചത്. പത്തനംതിട്ടയിലെ എല്ലാ വിഭാഗങ്ങളെയും വോട്ട് സമാഹരിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്കൊരു സംശയമില്ല, അനിൽ ആൻ്റണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. PCയുടെ പരാതികളും പരിഹരിക്കും. അത് പരിഹരിക്കും. PC ജോർജ് ഇപ്പം BJPയുടെ ഭാഗമാണല്ലോ. BJP പ്രവർത്തകനാണ് അദ്ദേഹം, BJPയുടെ നേതാവാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിഹരിക്കും. താങ്ക് യു. എന്തായാലും പ്രചാരണം സജീവമായി നടക്കട്ടെ എന്ന് ആശംസിക്കും. MT രമേശാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് സംസാരിച്ചിട്ടുള്ളത്. പ്രചാരണ പ്രവർത്തനങ്ങളുമായി NDA സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷ് ഇക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.